സൗദികളുടെ കന്തൂറൊക്കെ ഇട്ടിട്ടുണ്ട് വെറൈറ്റി. ഇഷ്ടായിരുന്നോ? അതെ, അതുകൊണ്ട് ഇതിന് സർപ്രൈസ് ഉണ്ട്. കോൾച്ചസ്റ്റർ യാത്ര ഒന്നും കൂടി പറഞ്ഞു. എന്റർടൈൻമെന്റ് ആയിരുന്നു. അവരുടെ നിസ്കരിക്കാൻ പോയിട്ടായിരുന്നു. ഇവർക്ക് വല്ല പള്ളിയിലും നിസ്കാരം കൊണ്ടുവച്ചൂടെ? ഈ പറമ്പിൽ ഇവിടെ മുനിസിപ്പാലിറ്റിന്റെ പണിക്കാര് ഞങ്ങക്ക് മിക്കാറ് നാളെ ഒരു ജോലി വരും. ഹലോ എല്ലാവർക്കും ഷെഫിക്കിന്റെ മറ്റൊരു കിടിലൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. ഇവിടെ UK-യിലും സൗദിയിലും ഒരുവിധം ഗൾഫ് രാജ്യങ്ങളിലും UK-യിലൊക്കെ ഇന്നാണ് പെരുന്നാള്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഈദ് മുബാറക്. അപ്പൊ ഇന്ന് ഇക്കാക്ക എണീക്കുന്നതിന് മുമ്പ് ഞാൻ പായസം ആക്കാമെന്ന് വിചാരിച്ച് വേഗം വന്നതാണ്. പക്ഷെ അപ്പോഴത്തേക്കും ആളെ എണീറ്റ് വന്നു. അപ്പൊ വേഗം തന്നെ നമുക്ക് പായസം ആക്കിയിട്ട് പിന്നെ പള്ളിയിലേക്ക് പോകാലോ എന്ന് ഓർത്തു. ഞാൻ ആദ്യം കുറച്ച് സേമിയ ഇങ്ങനെ വറുത്ത് വെച്ചിരുന്നു. പക്ഷെ അത് പോരാന്ന് ഇക്കാക്ക ഇങ്ങനെ എണീറ്റ് വന്നപ്പോൾ പറഞ്ഞു. ഇനി ചിലപ്പോൾ കുറേ കുടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും. പാല് ഏകദേശമൊക്കെ തിളച്ച് വരാറായി. അതിനിട്ട് നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കണേ കേട്ടോ. അത് കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ? അപ്പോൾ വേഗം പോയി ഇക്കാക്ക കുളിച്ചിട്ട് വരും. അപ്പോഴത്തേക്കും പായസം റെഡിയാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കും. പിന്നെ റെഡി ആയിട്ട് നമുക്ക് കാണാം. മിസ്ന ഇറങ്ങിയിട്ടുണ്ട്. മിസ്നാന്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് സെറ്റാണ്. അപ്പോൾ സമയം ഏകദേശം ആയി പള്ളി പോകാൻ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയില്ലേ, ഫെബിൻ എന്ന് പറഞ്ഞത് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ആള് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. 2-3 മിനിറ്റ് കൊണ്ട് ആൾ എത്തുന്ന പറഞ്ഞത്. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളായിട്ട് സ്പെഷ്യൽ ലുക്കാണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചങ്കൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേക ഈദ് മുബാറക്. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളെ ഇങ്ങനെ ആക്കിയത്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു സംഭവം ആക്കിയത് നിങ്ങളെല്ലാവരും ചേർന്നാണ്. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഈദ് മുബാറക്. നമ്മളത് സെറ്റായി നിൽക്കാനുണ്ടാ. അപ്പോൾ ഫ്രണ്ട് അവൻ ഇപ്പോൾ വരും. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞിട്ട് ആളുടെ കൂടെ ഇപ്പോൾ പോകണം. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോവാം. ഓക്കെ ഗ്രീൻ സ്റ്റഡ്. വലിയ ദൂരമല്ലോ അല്ലേ? അരമണിക്കൂർ. الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر. لا إله إلا الله الله أكبر. കുട്ടിയർപ്പിയാണ് കുട്ടിയർപ്പി. പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫെബിന്റെ വീട്ടിലേക്കാണ് പോണത്. അവിടെ പോയി ഫാമിലിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഫെബിൻ കൊണ്ടുപോയി. ലൈറ്റ് ഉണ്ടല്ലോ. ലൈറ്റ് ഇപ്പൊ കേട്ടോയാ? അവിടെ ചെന്നപ്പോൾ ഫെബിന്റെ വൈഫ് ഷഹാന പ്രിപ്പയർ ചെയ്ത നല്ല ചായയും നല്ല അടിപൊളി ഡെസേർട്ടൊക്കെ കഴിച്ചു. സ്വീറ്റ്സ് നമുക്ക് എപ്പോഴും നല്ല ഇഷ്ടമാണല്ലോ. വായിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കത്തും. അവിടെ ചെന്ന് മോൻ നല്ല കൂട്ടായിട്ടോ. അവന്റെ ഡ്രോയിങ്സും ബാക്കി ടോയ്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. പ്രിപ്പയർ ചെയ്ത ഡെസേർട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ പെരുന്നാളിന് ആദ്യമായിട്ട് നമ്മൾ അവിടെ ഒരു ഫാമിലിയുടെ അടുത്ത് പോവാണ്. അതിലും കിട്ടിയ പിന്നെ വേറെ ഒന്നും വേണ്ട. സാവി ഫ്രിഡ്ജിൽ വെച്ചല്ലേ?
ഫ്രിഡ്ജിൽ വെക്കോ? ഡ്രൈ ആക്കല്ലേ? രസമുണ്ട്. ഞാൻ ഇന്നലെ യൂട്യൂബൊക്കെ നോക്കി എന്തെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ നടന്നില്ല. അപ്പൊ എന്നാ അവിടെ ആയോണ്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കി വെച്ചതാ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടൊക്കെ ഉണ്ട്. 3 BHK ഫ്ലാറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് അവിടെ. ചെരുപ്പ് കണ്ടില്ലേ? എന്റെ ഉടുപ്പ് കിട്ടിയില്ലേ? അടുത്ത് കയ്യിൽ വെച്ചോ, അവിടെ ഇറങ്ങാല്ലേ? ഫോണോ? ഫോൺ എടുത്തോ. ഞാൻ ഫോൺ എടുത്തോ? ആ, എന്റെ ബാഗിലുണ്ട് ഫോൺ. കല്യാണത്തിന് വേണ്ടിയാണ്. ഇത് പിടിക്കുക, ഷാളൊക്കെ ഇട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ ഉണ്ട് മൊഞ്ചത്തിമാരൊക്കെ, മൊഞ്ചത്തിമാരുണ്ട്. പള്ളിയില് വലിയ മൊഞ്ചത്തികളൊന്നും കണ്ടില്ലടി, അമ്മൂമ്മമാരൊക്കെ ആയിരുന്നു. അവര് റെഡി ആവാൻ വൈകൂല. സൗദികളുടെ കന്തൂറൊക്കെ ഇട്ടിട്ടുണ്ട്, വെറൈറ്റി. ആദ്യം ഞാൻ നിങ്ങളുടെ കളറും മുടിയും കളറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ഇത് മലയാളി അല്ലടേ. പുഴയാണോ കനാലാണോ? നല്ല വൈബാട്ടോ. അപ്പൊ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇപ്പൊ വെള്ളം ഉണ്ടോന്ന് വെച്ചാ ഓക്കെ. ദേടാ കാറ് നിന്നെ പോലെ ആരോ തള്ളിയിട്ടാന്ന് തോന്നുന്നു. അവിടെ ഒരു ഫോട്ടോ എടുക്കാം. നിങ്ങൾ നാട്ടിലെവിടെയാ? മലപ്പുറം പെരുന്തമണ്ണ. ഓരോ പേര്? ഷഹന. ബേബിയുടെ പേര് പറഞ്ഞേ? സാവിയ. അപ്പൊ ഞങ്ങള് അതെ, ഇന്നിപ്പോ ഒരുമിച്ച് പള്ളിയില് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അപ്പൊ അവര് നിക്കുന്ന ഫ്ലാറ്റിന്റെ ഭാഗത്താണ് ഞങ്ങളിപ്പോ വന്നേക്കുന്ന. അടിപൊളി ഒരു നൈസ് ഫ്ലാറ്റ് ഒക്കെ ഉണ്ട്. ഹായ് പറഞ്ഞേ, ഹായ് പറടാ. ഓക്കെ, നല്ല വൈബ്. ഇപ്പോൾ അത്യാവശ്യം വന്നിരുന്ന് ഒക്കെ വൈബ് സെറ്റാക്കാൻ പറ്റിയൊരു ഏരിയ ഒക്കെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് കോൾച്ചസ്റ്ററിൽ വന്നിട്ട് ആദ്യത്തെ രണ്ടാമത്തെ ഫാമിലി അല്ലേ മിസ്റ്റാടെ ഫ്രണ്ടും ഫാമിലി, ദെൻ പിന്നെ ഇവരെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കമ്മ്യൂണിറ്റി ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു മോഡലിന്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ, മുടിയൊക്കെ കളർ മുടി കളർ ചെയ്യാനുള്ള എന്താണ് ഇഷ്ടം കൊണ്ട് ചെയ്താണെന്നല്ലേ? നൈസാണ് കേട്ടോ കാണാൻ. അതങ്ങനെയാണല്ലോ, നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മള് നിറവേറ്റണം, മാത്രമേ ഉള്ളൂ. കളർ ചെയ്യാൻ ഇഷ്ടമായിരുന്നോ? അതെ, അതുകൊണ്ട് സഹിച്ചില്ലേ? അടിപൊളി. പിന്നെ ശരിയായി. രസമുണ്ട്. മുടി വളർത്തോന്നാ നേരത്തെ പിന്നെ കട്ട് ചെയ്താണ്. ഓക്കെ. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാനിപ്പോ 1.5 വർഷമായില്ലേ. കോൾച്ചസ്റ്റർ എങ്ങനെയുണ്ട്? കോൾച്ചസ്റ്റർ കാമൻ ക്വയറ്റാണ്. എനിക്ക് വന്ന് പഠിച്ചതൊക്കെ ഇവിടെ തന്നെ കോൾച്ചസ്റ്റർ തന്നെയാണ്. ഓക്കെ, കുഴപ്പമില്ല. എനിക്കിപ്പോ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഔട്ടറും എന്നാലും സിറ്റിയും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് മടുപ്പില്ല. അതെ. ഇപ്പൊ ഞങ്ങള് കുറെ നാള് ലണ്ടനിൽ നിന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ ആദ്യം ഒരു ചടപ്പുണ്ടായിരുന്നു. പിന്നെ അത് സെറ്റായി, കാരണം എല്ലാം കണക്റ്റഡ് ആണ്, അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട്. ഞങ്ങള് ഫോട്ടോ എടുക്കാൻ പോയിട്ട് അവിടുന്ന് പിന്നെ ഓടേണ്ടി വന്നു, കാരണം ഒരു കാറ്റങ്ങ് അടിച്ചിട്ട് അവിടെ നിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ സ്നാ? അവസാനം ഞങ്ങൾ ഓടി. ഒരാളവിടെ എന്തോ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതെ. കറങ്ങിക്കോ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. പെരുന്നാളായി പിന്നെ അത് മുടക്കാൻ പാടില്ലല്ലോ. പിന്നെന്താ, യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങാണ്. ഞാൻ പോയിട്ട് വരാം കേട്ടാ. കൈ കൊടുക്ക്. ഈദുമാർക്ക് ജെല്ലിമുട്ടായി, ലൈസ്, ഇന്ന് നേരെ നമ്മള് റിതുവിന്റെ വീട്ടിൽ പോണേ മുട്ടായി ഒക്കെ വാങ്ങിട്ട്. ഇതാണ് മച്ചാൻ്റെ അവർക്ക് പേഴ്സണൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. സെയിം ഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് നൈസാണ്. അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമായത്. മുകളിലേക്ക് ഒരുപാടായിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ് വേണം, പിന്നെ ലിഫ്റ്റ് ഇല്ലെങ്കിൽ നടക്കേണ്ടി വരും, കയറേണ്ടി വരും. ജെറ്റൊന്നുമല്ല, പരുന്താണ്. ശരി എന്നാ, ഓക്കെ ബൈ. ആയിക്കോട്ടെ.
എന്നാലും നമ്മള് ചിക്കൻ വാങ്ങിക്കാൻ പോയില്ലായിരുന്നെങ്കിലും ഒക്കെ സത്യം നമ്മള് കാണുന്ന. ഇല്ല, ഞാൻ ഈ തവണ പെരുന്നാളിന് ശരിക്കും ഒറ്റപ്പെട്ടു പോയല്ലോ, അല്ലെങ്കിൽ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന കേട്ടോ. ശരിക്കും ഷെഫിമാനെ കണ്ടു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ ഒക്കെ വന്ന് കൂടി കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഈ തവണ പെരുന്നാൾ ആഘോഷങ്ങളൊന്നും ഇല്ല, ആരും ഇല്ലല്ലോ, ഒറ്റക്കാണല്ലോ. അപ്പോ അങ്ങനെ ഒരു ചിന്തയിലിരുന്നാണ്. അപ്പൊ ഇന്നലത്തെ നമ്മുടെ എന്താണ് ഷോപ്പിംഗ് ബ്ലോഗാണ് ഇതിനെല്ലാത്തിനും കാരണം. എന്തായാലും അടിപൊളി, ഭയങ്കര സന്തോഷം. ഞാൻ ഇന്നലെ ഒരു അരമണിക്കൂർ ഡ്രൈവിംഗ് ഇട്ടിട്ടുള്ളൂ, പാർക്കിംഗ് ഇട്ടിട്ട് തിരിച്ചു പോകാൻ വിചാരിച്ചാണ്. ഓക്കെ. പക്ഷെ ഞാന് അവിടെ റൂമിന്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി റിട്ടേൺ വന്നിട്ട് പിന്നെ ബീഫ് വാങ്ങണല്ലോ, ഓളെ പെരുന്നാൾ ഉണ്ടെന്നുണ്ട്. അപ്പഴാണ് ഞാൻ അവിടെ കേറുന്നത് നൂറില്. അപ്പൊ അടച്ചോനായിട്ട് നമ്മളിങ്ങനെ ഒരുമിപ്പിച്ചതാണ് നമ്മളെ ഒരു എന്താ മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടി അല്ലേ. അടിപൊളി. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവാണ് അവർക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇടക്കിടക്കൊക്കെ ഇൻഷാല്ലാ കാണാം. എന്തായാലും സന്തോഷം. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാരെ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. നമുക്കെല്ലാം ആക്സസ് പെട്ടെന്ന് ടൗണിൽ കയറണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആക്സസ് ചെയ്ത്. ഞങ്ങള് ഫസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ സ്ട്രീറ്റ്. ഇത് അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഉള്ള സ്ട്രീറ്റ് ആണല്ലേ. ഞാൻ എന്റെ വണ്ടി ഇവിടെ ഇട്ടിരുന്നത്. വണ്ടി കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഫോണൊക്കെ വെച്ച് ബ്ലോഗൊക്കെ എടുത്ത് ട്രാവൽ ചെയ്യാം. വണ്ടി ഒരെണ്ണം വാങ്ങിക്കണം, ലൈസൻസ് എടുക്കണം, അതാണ് മസ്റ്റ്. അങ്ങനെ ആവട്ടെ. അങ്ങനെ ഫെബിൻ ബ്രോക്ക് യാത്ര പറഞ്ഞ് ഒരുപാട് സന്തോഷം. പുള്ളി നമ്മൾ ഡ്രോപ്പ് ചെയ്തു, നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇനി അടുത്ത പ്ലാനിങ്. അങ്ങനെ അൽഹംദുലില്ലാ പ്രതീക്ഷിക്കാതെ നമ്മള് പെരുന്നാള് ദിവസത്തില് ഒരു ഫാമിലീനെ പരിചയപ്പെട്ടു. മലയാളി ഫാമിലി. പള്ളിയിൽ പോയി അവര് നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്തു, നിസ്കാരം കൂടി, വീട്ടിൽ പോയി നല്ല സ്വീറ്റൊക്കെ കഴിച്ചു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. കുറച്ച് നേരം ആണെങ്കിൽ പോലും അൽഹംദുലില്ലാ ഭയങ്കര മനസ്സ് ഭയങ്കര സന്തോഷത്തിലായി. മണവാട്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. മണവാട്ടിയുടെ ഡ്രസ്സാണ് മിസ്സാടെ. ഞാൻ കാർത്തികനും. ഇനിയാണ് അംഗം തുടങ്ങാൻ. നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വെള്ളം വെച്ചില്ല മിസ്ന. ചിക്കൻ ഞാൻ വൈകിട്ട്, അതായത് ഇന്നലെ രാത്രി തന്നെ ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ നിങ്ങൾ ഈ കാണുന്ന കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ സൈഡിൽ, അത് മിക്സി കുറച്ച് പണിയായതുകൊണ്ട് മര്യാദയ്ക്ക് അരിഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേക്കണെയാണ്. This is Shangio. My name is Shangio. Welcome to I am Arna. Arna. കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ തിളക്കം കണ്ടിട്ട് തിളക്കാൻ അറിയുമ്പോഴാണ് പറഞ്ഞു. കുട്ടികളെ നമ്മളെ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ഗ്യാസ് ഓണാക്കിയപ്പോഴാണ്. ഇന്നലെ അത്രയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടും എന്തില്ല കാക്ക, ഓയിലില്ല. അപ്പൊ അതെ ഗ്യാസ് ഓണാക്കി കാക്ക ഓയിൽ മേടിക്കാൻ പോയിട്ടോ. ഇക്കാക്ക അപ്പോ ഓയിൽ വാങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് സവാളയും അധികം വേണ്ടത് വേണമെങ്കിൽ ഒരെണ്ണം ഇടാം. പിന്നെ ക്യാപ്സിക്കം അത് സെറ്റാക്കാം. ഉള്ളുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അത് ആവുമ്പോഴത്തേക്ക് കാക്ക വരിയിരിക്കും. അടുത്ത് തന്നെയാണ്, നമ്മുടെ ഷോപ്പിൽ തന്നെ പോയിക്കണേ. രാവിലത്തെ ഒരു മധുരം കഴിഞ്ഞ് ഇരട്ടി മധുരം പോലെയാണ് നമ്മുടെ ചങ്കുകളായ അസീം, അൻസും മോനും കൂടി മിൽട്ടൺ കെയ്ൻസിൽ നിന്ന് ഇതാ ഇറങ്ങി ഉച്ച കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ അതുകൂടി ആയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പെരുന്നാളിന്. അവർക്കും ഭയങ്കര സന്തോഷമായി. ക്ഷീണിച്ചില്ലടി. അന്ന് ലൂസായിരുന്നോ ടൈറ്റ് ആയിരുന്നാ? അവിടെ ആരുമില്ല, ധൈര്യമായിട്ടോട്ടെ. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്.
ശരിയായിക്കോളുന്നേ, സൂപ്പർ ആയിക്കോളും. ഇത് എവിടെ വന്നേക്കണേ? എവിടെ വന്നേ? ഇത് പറഞ്ഞേ, ഞാൻ പറഞ്ഞ ഇതിന് വയ്യല്ലോ, നമുക്ക് പോണ്ട, കരിഞ്ഞ് പോണം പറഞ്ഞു. ഇതിന് സർപ്രൈസ് ഉണ്ട്. എന്തായിരിക്കും? കുഞ്ഞി സർപ്രൈസ് ആണ് കേട്ടാ. എനിക്ക് ഇഷ്ടമാണെന്ന് അറിയാൻ പാടില്ല. കുഞ്ഞി സർപ്രൈസാ. കുഞ്ഞു സർപ്രൈസ് തരട്ടെ? കണ്ണു പറഞ്ഞേ. ഇഷ്ടയാ? 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 ഇത് നന്നായി, ആവശ്യമുള്ള സാധനം. ഇങ്ങനെ ഉറങ്ങു പോയിട്ട് കുഞ്ഞി ഗിഫ്റ്റ് ആട്ടാ. ഇത് വലിയ ഗിഫ്റ്റാ പറയും, ഇത് കുഞ്ഞിന്. ഇത് ഞങ്ങൾ എന്ന് വാങ്ങിച്ചു വെച്ചേക്കണെന്ന് അറിയോ? എന്നാ നീ എന്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞില്ലേ അന്ന് വരാന്ന് സർപ്രൈസ് ആയിട്ട്? നീ വന്നില്ലല്ല. അന്ന് വാങ്ങിച്ചു വെച്ചാനാ. ഞാനത് നല്ല രസമുണ്ട്. ഉമ്മ അയച്ചിട്ടല്ലേ ഞാൻ ഓർക്കേണ്ട ഡ്രസ്. ഹാപ്പി അല്ലേ? പറയേ ഹാപ്പി. അത് മതി. ശരിയാവുന്നേ അല്ലേ? പായസം സെറ്റാക്കിയിട്ടുണ്ട്. മന്തി മുസ്ലിം മുട്ടൂത്തിയേക്കണേ. ഞാൻ തിന്നുന്ന കട്ട്ലറ്റ് സമൂസൊക്കെ എനിക്ക് അസി കൊണ്ടുവന്നാട്ടോ. അപ്പൊ വേറെ ആരും എടുത്ത് തീർക്കാതിരിക്കാൻ ഞാൻ ആദ്യം മുട്ടൂത്തിയിട്ട് കഴിക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാതികൻ റെഡി ആയിട്ടുണ്ട്. കാതികന്മാരെല്ലാവരും കളർ ഓൾമോസ്റ്റ് സെയിം കളർ ആയതുകൊണ്ട് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? മെറൂൺ ഫാമിലി. ഞങ്ങളിപ്പോ അസീന്റെയും ആദുവിന്റെയും അൻസുവിന്റെയും കൂടെ ഫോട്ടോ എടുക്കാൻ വീണ്ടും പോവാണ്. പെരുന്നാളാണ്. ഞാൻ ഡ്രസ് മാറ്റിട്ട് പിന്നെയും ഡ്രസ് ഇട്ട് ഞങ്ങൾക്ക് മാച്ച് ആൻഡ് മാച്ച് കളിക്കാം. അതെ. വഴി നേരെ പോയിട്ട് റൈറ്റ് സൈഡിലേക്ക്. ലൊക്കേഷൻ ചോദിച്ചാൽ മതി ചേച്ചി. നമ്മള് നടന്നു പോണ വഴിയൊക്കെ പറഞ്ഞു. ഡ്രൈവർ ഇത് ഇവരുടെ പുതിയ വണ്ടിയാണ് കേട്ടോ. വണ്ടി പുതിയത് എടുത്തിട്ട് ആദ്യമായിട്ട് ഒരു യാത്ര ചെയ്തത് നമ്മുടെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഹാപ്പി ഹോമിന് ഹാപ്പി ആയിട്ട് ബൈ പറഞ്ഞ് ഞങ്ങൾ പോയി ഹൈവുഡ്സ് കൺട്രി പാർക്കിലേക്കാണ് ഞങ്ങൾ എത്തിയത്. ആക്ച്വലി കാസിൽ പാർക്കാണ് ലക്ഷ്യമിട്ടത്. പക്ഷെ അവിടെ പാർക്കിംഗ് ഒന്നും നമുക്ക് വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് നേരെ ഹൈവുഡ്സിലേക്ക് പോയി. പാർക്ക് നിൽക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു സംഭവമല്ലേ, അതല്ല ഇത്. നിങ്ങളൊന്ന് കണ്ടു. ഇതൊരു കാടാണ്. ഭ്രാന്തെന്നൊക്കെ പറയൂല. അപ്പൊ അതേപോലത്തെ വേറൊരു ജാതി സാധനമാണ്. അതായത് നമ്മള് ഒരു കാട്ടിൽ വന്ന് നിന്നിട്ട് നമ്മള് ഫോട്ടോഷൂട്ട് എടുക്കണ ഒന്നാണ്. എന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് പുട്ടിയിടാണ് അല്ലേ? നല്ല കുട്ടിയായിട്ട് നമ്മുടെ അത് മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ? പിന്നെ ഞാനും നോ കമന്റ്സ്. ഇത് വിജൃംഭിച്ച ഒരു കാടാണ്. നല്ല വിജൃംഭിച്ച കാട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മെസ്റ്റായാണെന്നുണ്ടെങ്കിൽ ഉടുപ്പ് കൊണ്ട് ഇവിടെ നില അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നില അടിക്കട്ടെ. നല്ല രസമുണ്ട് അസിയുടെ ജാക്കറ്റ്. പണിക്കാര് ഞങ്ങക്ക് മിക്കാറ് നാളെ ഒരു ജോലി വരും. ഇന്ന് സൺഡേ എക്സ്ട്രാ പേയ്മെന്റ് ആണ്. ഞങ്ങൾ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കും. നാളെ ഒരു വെള്ളാട്ടപ്പോക്കല്ലേ ചുമന്ന പോ. ഞാൻ ഇങ്ങനെ ഞങ്ങളെ വഴി കാണിക്കുന്നത് ആദ്യമാണ്. അവൻ മാറണില്ല. കോൾച്ചസ്റ്ററിൽ ഞങ്ങൾ വന്നിട്ട് കുറെ നാളായെങ്കിലും ഈ പാർക്കിൽ വരാൻ ഇവര് വരേണ്ടി വന്നു ഇല്ലേ? പിന്നല്ല, ചരിത്രം വഴി മതി മതി. ശരി, നമ്മൾ ആദ്യമായിട്ടാണ് ഈ പാർക്കിൽ വരുന്നത്. എൻ്റെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ ഇവിടെ സൺഡേ ആയതുകൊണ്ട് വേറെ ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിട്ടിട്ട്
ഇതിപ്പോ ഞാൻ കയറണോ? ഇങ്ങനെ അള്ളി പിടിച്ചാ അവിടെ അള്ളി നിക്കും ഞാന്. എന്തെങ്കിലും കേൾക്കാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ നാടകം അല്ലാണ്ട് അതിനെന്താ പറയാ, അയ്യോ അത് മറന്നു എന്താ പറയാന്നുള്ളത്. പക്ഷെ ബേസിക്കലി നാടകം പോലെ തന്നെ, പക്ഷെ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സിനെ കളിയാക്കുന്ന രീതിയിൽ കാണിക്കും, സർക്കാസ്റ്റിക് രീതിയിൽ. എന്നിട്ട് അതിലെ നാടകത്തിലെ നമ്മുടെ തീം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ മാപ്രകൾ ഉണ്ടല്ലോ, ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടാലൊക്കെ മൈക്കും കൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇരാന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതില് ഇര ഞാനായിരുന്നേ. അപ്പൊ ഇങ്ങനെ ഒരു സ്പൈഡറിന്റെ വെബ് പോലത്തെ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടിക്കാ, അത് കാണിക്കുന്നത് നമ്മളിങ്ങനെ അതിന്റെ ഉള്ളിൽ ചുറ്റപ്പെട്ടെന്നുള്ള. എന്നിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ മുഖം ഇട്ടിട്ട് ആൾക്കാരെല്ലാരും എന്നോട് ഇങ്ങനെ ഇരാ പറയൂ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിടന്ന് വെച്ചിട്ടുണ്ടാക്കും. ഞാൻ ഇങ്ങനെ വല്ലവരും തൂങ്ങി. സെക്കൻഡ് കണ്ട് കിട്ടി. സൂര്യനെ ഇന്ന് നേരത്തെ ഉദിക്കാതിരുന്ന അല്ല അസ്തമിക്കാതിരുന്ന കോമഡി എന്താ പറയാ, ഇതൊരു തണുപ്പ് വയ്യായി വന്നതിന് ശേഷം തണുപ്പ് പറ്റുന്നില്ല, നിസ്കരിക്കാൻ പോയിട്ടായിരുന്നു. ഇവർക്ക് വല്ല പള്ളിയിലും നിസ്കാരം കൊണ്ടുവച്ചൂടെ ഈ പറമ്പിൽ. എന്നിട്ട് ഒക്കെ അറിയണേ സുജൂതിലൊക്കെ പോണ്ട്, പക്ഷേ കൈയൊന്നും കെട്ടില്ല, കൈ പോക്കറ്റിൽ തന്നെ. കൈയെടുത്തുള്ള നിസ്കാരം ഒന്നുമില്ല, ഈ നിസ്കാരം മതിയെന്നല്ലേ. ഇതാണ് പാർക്ക്. ഇത് കുഞ്ഞു മക്കളെ പാർക്ക്, അത് വലിയ കുട്ടികളെ പാർക്ക്. ഇതിലാണ് ആദ്യന്റെ പാർക്ക്. യുവർ ചോയ്സ്. ഏതാണ്ട് അത് അടച്ചിട്ടേക്കണേ, അത് തുറക്കാൻ പറ്റുന്ന മല്ലൂസാന്നുള്ള കൂടെ പൊക്കണം. ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരും. നമുക്ക് ആ വഞ്ചിന്റെ മുകളിൽ ഇങ്ങനെ നടന്നാലോ കാക്ക? എന്റെ മുകളില് ഇടി മണ്ടി, ആ വഞ്ചില്ല ഈ വഞ്ചി. ആ അവനെന്താ വരാത്തെ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയാം ഓരോ പോക്ക് കണ്ടപ്പോൾ ഓരോ ഊഞ്ഞാലുമലൊക്കെ ഇക്കാക്ക ഇതിന്റെ ഉള്ളിന്ന് ഒരു സാധനം എടുക്കോ? കാക്ക അതിന്റെ ഉള്ളിന്ന് ഒരു ഫോട്ടോ എടുക്കോ? കറക്റ്റ് എങ്ങനെ മനസ്സിലായി? ഞാൻ എങ്ങനെ നിന്നെന്ന് കാണിച്ചു. ഇതന്നെ ഈ സെയിം അല്ല കേട്ടോ, ഇതിനെക്കാളും കള്ളി കുറവായിരിക്കും. ഇതിപ്പോ ഞാൻ കേറുന്നില്ല, പുറത്തുനിന്ന് ഈ ആൾക്കാര് മൈക്ക് വെച്ചിട്ട് പറയൂ താങ്കൾക്ക് എന്താ പറയണത്, കൂട്ടക്കൊലപാതകം മറ്റേത് മറിച്ചത് രാഷ്ട്രീയം മുഖ്യമന്ത്രി രാജിവെക്കണം പറഞ്ഞു ഓരി കിടന്ന അല്ലറും. അങ്ങനെ ഒരു സർക്കാസ്റ്റിക് രീതിയില് കോമഡി. ഒരു ഫോട്ടോ എടുക്കും ഇങ്ങനെ ഇതൊക്കെ ബ്ലർ ചെയ്ത്. നല്ലൊരു ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഒരു മാറ്റം കറക്റ്റാണ്. നീ അത് എങ്ങനെ ഊഹിക്കുന്നത്? നീ അത് ഞങ്ങളിവിടെ പാർക്കിലൂടെ നടക്കുകയാണ്. പാർക്കിൽ കരിയിലില്ല, എന്നാലും വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ നിന്റെ ഉടുപ്പുമ്പോ കേറും. ഇത് കറങ്ങുന്നില്ലല്ലോ ഒന്നുമില്ലേ? കറക്കിക്കോട് കറക്കണേ. അത് പോക്കോടാ, കറക്കട്ടെ. അയ്യോ ഉടുപ്പിൽ ഇപ്പൊ കേറാൻ പറ്റുമോ? പനിയൊക്കെ മാറിയിട്ട് കയറി പോരെ? ഒരു വീഡിയോ എടുത്തു. ആ സിജ് എന്താണ് ലെൻസ് വെക്കണം. അതോ ആടാതു കാക്ക ഒരു വീഡിയോ എടുക്കോ കാക്ക? കാക്ക പ്ലീസ് വീഡിയോ എടുത്തരോ? ഇട്ടത് എടുക്കോ കാക്ക? ഉടുപ്പ് ഇങ്ങനെ ഇവൻ ആർഡറാണോ മോളെ? നിങ്ങളിത് കാണണം.
ഞാൻ എല്ലാത്തിനെയും നോക്കേണ്ട അവസ്ഥയാണ് ഇത് നോക്കി എല്ലാം പോട്ട് പൊക്കിവിട് ഞാൻ കാണിച്ചോടാ ഫോൺ താട്ടാ ഫോൺ താട്ട് സ്പീഡ് കൂടുണ്ട്. സുഖമില്ലാത്ത കുട്ടിയതാ അത് ഞങ്ങളുടെ സ്ഥലം ചെക്കൻ പാവോടെ ഒറ്റക്ക് പിടിക്ക് താത്തി തരോ? അയ്യോ പൊക്കല്ലേട്ടാ, ഞാൻ ഇരുന്നിട്ട് പൊക്കാം. കാല് നിലത്ത് വിട്ടോ. അയ്യോ കാലൊക്കെ നിക്ക് ഇരുന്നില്ല. ഇരുന്ന്. അയ്യോ അയ്യോ പയ്യ ഒരുപാട് പൊക്കിയ കാല് പൊങ്ങി പോയിട്ട് എത്തൂലട്ടാ. 80, 90 ഞങ്ങളൊരു 200 ആയിട്ടുണ്ടായിരുന്നു. അയ്യോ സംഭവം എന്താ അറിയോ, കാല് പരിധി പൊങ്ങി പോയാൽ ചെരിയാൻ സാധ്യത. ശരിയല്ലേ കാക്ക നടക്ക എന്നെ പിടിച്ചോ, പിടിച്ചോ നീ വീഴും. എന്നെ പിടിക്ക്. ഇക്കാക്ക ഇങ്ങോട്ട് വാ, എന്റെ അടുത്ത് വാ. അയ്യോ അവരുടെ കാലൊക്കെ നമ്മള് പൊക്കിയതാണത്. അയ്യോ എനിക്ക് പേടിയാ. അയ്യോ കാക്ക നമ്മളെ പൊക്കും. എനിക്ക് പൊങ്ങണം. കോൾച്ചസ്റ്റർ യാത്ര ഒന്നും കൂടി പറഞ്ഞു എന്റർടൈൻമെന്റ് ആയിരുന്നു. മൊത്തം ഔട്ട് ഓഫ് കൺട്രോൾ. കംപ്ലീറ്റ്ലി ഔട്ട്. മറ്റേ ഒരു സിനിമയില് അയാള് ഇതിട്ട് നടക്കണ്ടല്ലോ, കൊട്ട വെച്ച് നടക്കുന്ന ആരാ മനസ്സിലായ? സലീംകുമാർ. അന്തമില്ലാത്ത രണ്ടന്തം മുണ്ടൊക്കെ ശേഖരനോട് കളിക്കരുത് മനസ്സിലായില്ലേ? നീ അവിടെ കേറി അതിന്റെ ഇപ്പോഴാണ് മനസ്സിലായത് ഈ 2 സാധനത്തിന്റെ ഇടയിൽ വെച്ച് സെറ്റാക്കി വെച്ചേക്കായിരുന്നു. അതാണ് വീടായിരുന്നു അല്ലേ? എനിക്ക് ഇറങ്ങണം. ഇനി ഊർന്നിറങ്ങണം. നീ ഇരിക്കും. അയ്യോ എത്ര ഹൈറ്റ് വരെ എത്തിക്കാൻ പറ്റും? അല്ല ഒറ്റപ്പെടുത്തം താഴേക്ക്. ഓ നിങ്ങളെ അതോ ഗുഡ് ഇറങ്ങാം. സെറ്റല്ലേ? ആ ഞാനകത്ത് അയ്യോ പുള്ള നമുക്ക് പഞ്ചർ പിടിച്ചോട്ടെ ഒരാള്, ഒരാളവിടുന്ന് ഇങ്ങനെ ആക്കിയാ മതി. ഞാൻ കേറി ഇവനാക്കാൻ നല്ല സുഖമുണ്ട്. കനമല്ലല്ലോ. അയ്യോ അല്ല നിങ്ങളെ പിടിക്ക്. പിടിച്ചോട്ടാ. പൊങ്ങി അത് വേറെ പൊങ്ങി. അസി പൊട്ടൂട്ടാ. അത് പൊട്ടൂല. ഈ കാലം എന്റെ പാവാട കൊടുക്കാറോ? എന്റെ ചെരുപ്പൂരി കേൾക്കോ? ആട്ട് നാട്ട് ആട്ട് വണ്ടി അയ്യോ വേണ്ട, ഭാവി ഇല്ല
ഒന്ന് വീണെങ്കിൽ ഒന്ന് വീണേ പേടിക്കണ്ട, ഞാൻ താഴെ പാലത്തിന് ഞാൻ നേരത്തെ താഴെ എത്തിയത്. മിക്കവാറും നീ ഇതിനിടെ സ്റ്റക്കായിരിക്കും. സോറി ഒട്ടിവിട്. ഇവന് തൊപ്പി ചേരണ്ടില്ലേ? കേറി നടക്കുന്നത് ചെറുതായിട്ട് ഇവിടെ എന്തോ ഞാൻ പിടിച്ച്. സന്ധ്യയൊക്കെ കഴിഞ്ഞ് ഇവളോ എന്നോട് പറയാൻ പറഞ്ഞത്. അതും ഐതു വന്നിട്ടേ ഐതുണ് ഇവിടെ കളിക്കാവുന്നേ. ലാസ്റ്റ് ഐതു പറയാ മതി നമുക്ക് നല്ല രസമുണ്ടല്ലേ നിന്റെ കൊത്തുമണികൾ. ഈ പെരുന്നാളിൽ ആരും ഇല്ല, ആകെ ഭ്രാന്ത് പിടിക്കുന്നൊക്കെ പറഞ്ഞിരുന്നാണ്. അവസാനം ഒരു വണ്ടി എവിടെ നിന്ന് വന്നിറങ്ങി, മിൽട്ടൻഗെയിൻസ് എന്നൊരു വണ്ടി വന്നിറങ്ങി. വണ്ടിയിൽ ഇതേ എണ്ണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അതെ, ഒരിക്കലും ഇല്ലാത്ത വളരെ ശക്തമായ എൻജോയ്മെന്റിന്റെ സംഭവങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെ അല്ലേ. എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. ഈദ് മുബാറക്. എടി പിള്ളേർക്ക് കളിക്കാൻ നല്ല രസമുണ്ട് ഇതൊക്കെ. അതൊരു കാണിച്ചു കൊടുക്ക്. അത് ഇപ്പുറത്താ നിക്ക. അതെ തല കറങ്ങിപ്പോ ഇല്ലാന്ന് കേറട്ടെ. ടെൻഷനാക്കി തിരിച്ചു കിട്ടുന്നത്. വലുതായിട്ട് ഈ വീഡിയോ കാണുമ്പോഴേ ഇതിനോട് ചോദിക്കുക നീന്റെ മമ്മന്നെ ആയിരുന്നു. അങ്ങനെ തിരികെ വന്ന് നമ്മൾ മിസ്നാടെ മന്തിയൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു, എല്ലാവരും അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഞാൻ അതില് കൊടുക്കണോ? ആര് കൊടുക്കണം? അങ്ങനെ പെരുന്നാൾക്ക് നമ്മുടെ കൂടെ നമ്മുടെ ഗോകുവും ശ്രുതി ഉണ്ടായിരുന്നു കേട്ടോ. അവരും കൂടി ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ. നിർത്തി ഫ്രഷായിട്ട് പോട്ടോ. നീ ഉറങ്ങണ്ട. മരുന്നെടുത്താ അതൊന്നും അടിക്കാൻ വളർന്നോ? കേട്ടോ കേട്ടോ. കൂടെ ഒരു ദിവസം വായോട്ടെ അതെ, ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു പാട്ട്. വെള്ളം വെച്ചില്ലേ കൊച്ചിന് നല്ല തണുപ്പുണ്ട്. ബൈ.
അടച്ചോടി പ്രിയരാം സ്നേഹിതരേ, എൻ കൂടെ പിറപ്പുകളേ, ഇന്നാടിനോദിടാം ഇന്നീതിന്നാശംസ. നാട്ടുകാർക്കും ഈദ് മുബാറക്, വീട്ടുകാർക്കും ഈദ് മുബാറക്, സഹോദരങ്ങൾക്കും ഈദ് മുബാറക്.